ജീവിതം തകർക്കുന്ന 10 ശീലങ്ങൾ. വിജയത്തിലേക്കുള്ള പാതയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ഒരാളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള മോശം ശീലങ്ങളാണ്. മഹാനായ ആചാര്യൻ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ നാശത്തിന് പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആവശ്യമില്ല, അയാളുടെ ദുശ്ശീലങ്ങൾ മാത്രം മതി. നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിയിടുന്ന 10 ശീലങ്ങളെക്കുറിച്ചും അവ എങ്ങനെ മാറ്റാമെന്നും താഴെ വിവരിക്കുന്നു. 1. നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം, പ്രൊക്രാസ്റ്റിനേഷൻ. ഇന്നത്തെ ജോലി നാളേക്ക് മാറ്റിവെക്കുന്നത് പരാജയത്തിന്റെ ആദ്യപടിയാണ്. നാളെ ചെയ്യാം എന്ന വാക്ക് ഒരു ലഹരി പോലെയാണ്. അത് നിങ്ങളെ അലസതയുടെ തടവുകാരനാക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ വിവേകമുള്ളവർ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. മാറ്റം. മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ വിജയത്തിൽ നിന്ന് അകലുകയാണ്. ഇപ്പോൾ ഈ നിമിഷം എന്നത് നിങ്ങളുടെ മന്ത്രമാകട്ടെ. 2. അമിതമായ ഉറക്കവും അലസതയും. വിശ്രമം ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ അത് അമിതമായാൽ അതൊരു രോഗമാണ്. സൂര്യോദയത്തിനു മുൻപുണരുന്നവർക്ക് പ്രകൃതി നൽകുന്ന ഊർജം അളവറ്റതാണ്. ബ്രഹ്മമുഹൂർത്തം എന്നത് അവസരങ്ങളുടെ ഖനിയാണ്. അലസനായി ഉറങ്ങുന്നവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങളെയാണ് ഉറക്കിക്കളയുന്നത്. മാറ്റം. സൂര്യനെ ഉണർത്തുന്നവനാകുക, സൂര്യനാൽ ഉണർത്തപ്പെടുന്നവനാകരുത്. 3. അന്ധമായ വിശ്വാസം. സ്നേഹവും വിശ്വാസവും നല്ലതാണ്, പക്ഷേ അത് ആർക്ക് നൽകണമെന്ന് തിരിച്ചറിയണം. സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് പാമ്പിനെ പാലൂട്ടി വളർത്തുന്നതുപോലെയാണ്. തേൻ പുരട്ടിയ വാക്കുകളുമായി വരുന്നവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. മാറ്റം. മനുഷ്യരെ അവരുടെ പ്രവൃത്തികളിലൂടെ പരീക്ഷിച്ചറിയുക. വിവേകപൂർണമായ അകലം പാലിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. 4. അനാവശ്യമായ തർക്കങ്ങൾ. അറിവില്ലാത്തവരുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ ഊർജവും സമയവും നശിപ്പിക്കും. തർക്കത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം മൗനം പാലിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനമാണ്. വിഡ്ഢികളോട് തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ നിലവാരം കുറയ്ക്കുകയുള്ളൂ. മാറ്റം. ഒരു പുഞ്ചിരിയിലോ മൗനത്തിലോ തർക്കങ്ങൾ അവസാനിപ്പിക്കുക. ആ സമയം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുക. 5. അമിതമായ പണത്തോടുള്ള ആർത്തി. പണം ജീവിതത്തിന് ആവശ്യമാണ്, എന്നാൽ അത് ജീവിത ലക്ഷ്യമാകരുത്. അധർമ്മത്തിലൂടെ നേടുന്ന പണം താൽക്കാലികമായ സന്തോഷം നൽകുമെങ്കിലും അത് വലിയൊരു തകർച്ചയിലേക്ക് നിങ്ങളെ നയിക്കും. ആർത്തി മനുഷ്യനെ അന്ധനാക്കുകയും ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്നു. മാറ്റം. ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ധർമ്മത്തിലധിഷ്ഠിതമായ സമ്പാദ്യം എന്നും നിലനിൽക്കും. 6. അച്ചടക്കമില്ലായ്മ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ലക്ഷ്യമില്ലാതെ ഒഴുകുന്ന തോണി പോലെയാണ് അച്ചടക്കമില്ലാത്തവന്റെ ജീവിതം. ഇന്നൊന്നു തുടങ്ങി നാളെ മറ്റൊന്ന് തേടിപ്പോകുന്നവർ ഒരിടത്തും എത്തിച്ചേരില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും കൃത്യത പുലർത്തുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. മാറ്റം. കൃത്യമായ സമയക്രമം പാലിക്കുക. നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും ഒരു ഉറപ്പുണ്ടാകട്ടെ. 7. മറ്റുള്ളവരെ പഴിചാരുന്നത്, ബ്ലെയിം ഗെയിം. തന്റെ പരാജയത്തിന് സാഹചര്യം, വിധി അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണക്കാരാണെന്ന് പറയുന്നവൻ ഒരിക്കലും വളരില്ല. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിമിഷം നിങ്ങൾ ശക്തനാകുന്നു. പ്രശ്നം നിങ്ങളുടേതാണെങ്കിൽ പരിഹാരവും നിങ്ങളിൽ തന്നെയുണ്ട്. മാറ്റം. തെറ്റുകൾ സമ്മതിക്കാനും അവയിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. 8. പഠനം നിർത്തുന്നത്. എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന നിമിഷം ഒരാളുടെ വളർച്ച അവസാനിക്കുന്നു. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാത്തവൻ കാലഹരണപ്പെട്ട വസ്തുവായി മാറും. അറിവാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആയുധം. മാറ്റം. എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കുക. വായനയും പുതിയ നൈപുണ്യങ്ങൾ ആർജിക്കുന്നതും ശീലമാക്കുക. 9. നെഗറ്റീവ് ചിന്താഗതി. ഒരു തുള്ളി വിഷം പാല് മുഴുവൻ നശിപ്പിക്കുന്നതുപോലെയാണ് ഒരു ചെറിയ നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. എനിക്ക് കഴിയില്ല എന്ന ചിന്ത നിങ്ങളുടെ പരാജയം ഉറപ്പിക്കുന്നു. മാറ്റം. നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടം പോലെ സംരക്ഷിക്കുക. അവിടെ പോസിറ്റീവ് ചിന്തകളുടെ വിത്തുകൾ പാകുക. ശുഭാപ്തി വിശ്വാസം പകുതി വിജയം നേടിത്തരും. 10. ആരോഗ്യത്തെ അവഗണിക്കുന്നത്. എത്ര സമ്പാദിച്ചാലും അത് ആസ്വദിക്കാൻ ആരോഗ്യവാനായ ഒരു ശരീരം വേണം. ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന വിജയത്തിന് യാതൊരു വിലയുമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന വാഹനമാണ് നിങ്ങളുടെ ശരീരം. മാറ്റം. നല്ല ഭക്ഷണം, കൃത്യമായ വ്യായാമം, പര്യാപ്തമായ വിശ്രമം എന്നിവ ഉറപ്പാക്കുക. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. ഉപസംഹാരം.
ഈ 10 ശീലങ്ങളിൽ ഒന്നുപോലും നിങ്ങളെ പരാജയപ്പെടുത്താൻ മതിയാകും. ഇത് മാറ്റിയെടുക്കാൻ 21 ദിവസം കഠിനമായി ശ്രമിക്കുക. സ്വയം മെച്ചപ്പെടുത്താനുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ലോകത്തിലെ മറ്റേത് യുദ്ധത്തിലും നിങ്ങൾ ജയിക്കും.